2026 കേരളത്തിൽ പുതിയ UDF സർക്കാർ വന്നു. ഇപ്പോൾ എല്ലാവർക്കും ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ആശുപത്രി ചെലവിന് ഇനി എന്ത് ചെയ്യും? LDFന്റെ കാരുണ്യ പദ്ധതി ഉണ്ടാകുമോ? പുതിയ സർക്കാർ എന്തെങ്കിലും തരുമോ? എന്നൊക്കെയാണ് ഉയരുന്ന ചോദ്യങ്ങൾ. പേടിക്കണ്ട, ഈ വീഡിയോയിൽ അതിനെല്ലാം ഉത്തരമുണ്ട്. UDF സർക്കാരിന്റെ നയം വളരെ വ്യക്തമാണ്. ഒരു ആരോഗ്യ പദ്ധതി നിർത്തില്ല, തുക ഇനിയും കൂട്ടും, എല്ലാവർക്കും കൊടുക്കും. അതായത് LDF കാലത്ത് കിട്ടിയിരുന്ന എല്ലാ സഹായവും തുടരും, അതിനേക്കാൾ കൂടുതൽ സഹായം പുതുതായി കിട്ടുകയും ചെയ്യും. ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 2 ലക്ഷം രൂപ വരെ കിട്ടിയിരുന്ന ചികിത്സാ സഹായം ഇനി 5 ലക്ഷം രൂപ വരെ കിട്ടും. പദ്ധതിയുടെ പേര് മാറും, കാരുണ്യ എന്നത് ജീവൻ രക്ഷാ കാർഡാകും. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, കാരുണ്യ കാർഡ് നിർത്തുമോ എന്നുള്ളത്. ഇല്ല, ഒരിക്കലും നിർത്തില്ല. നിങ്ങളുടെ കയ്യിലുള്ള കാരുണ്യ കാർഡ് ഉണ്ടെങ്കിൽ അത് വലിച്ചെറിയണ്ട. 2026 നവംബർ മാസം വരെ അത് ഉപയോഗിക്കാം. അത് വെച്ച് 2 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമായി എടുക്കാം. UDF സർക്കാർ ആ പദ്ധതി നിർത്തുകയില്ല, വലുതാക്കുകയാണ് ചെയ്യുന്നത്. മാറ്റം 2 എണ്ണമാണ്. ഒന്ന് പേരാണ്, കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് എന്നതിന് ജീവൻ രക്ഷാ കാർഡ് എന്നറിയപ്പെടും. 2 തുകയാണ്. ഇപ്പോൾ ഒരു കുടുംബത്തിന് വർഷം 2 ലക്ഷം രൂപ വരെയാണ് കിട്ടുക, അതിന് 5 ലക്ഷം രൂപ വരെ വർദ്ധിക്കും. അതായത് വലിയ സർജറികൾ, ക്യാൻസർ ചികിത്സ പോലുള്ളവയ്ക്കും ഇനി പൈസ തികയാതെ വരില്ല. 2026 നവംബർ മാസം മുതൽ പുതിയ ജീവൻ രക്ഷാ കാർഡ് വിതരണം തുടങ്ങും. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് റേഷൻ കട വഴി തന്നെ പുതിയ കാർഡ് കിട്ടും. നിങ്ങളുടെ പഴയ കാരുണ്യ കാർഡ്, ആധാർ കാർഡ് എന്നിവ കൊണ്ടുപോയാൽ മതി. പുതിയ കാർഡ് കിട്ടുന്നത് വരെ പഴയത് ഉപയോഗിക്കാം. 1 രൂപ പോലും ഫീസ് കൊടുക്കേണ്ടതില്ല. ഇനി പുതിയ ജീവൻ രക്ഷാ കാർഡ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങൾ. ഇത് വളരെ പ്രധാനമാണ്. LDF കാലത്തേക്കാൾ കൂടുതൽ ആളുകൾക്ക് UDF കവറേജ് കൊടുക്കുന്നുണ്ട്. 1, മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ള എല്ലാവർക്കും നിങ്ങൾ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും. 2, നീല വെള്ള കാർഡുള്ളവർ പക്ഷെ കുടുംബ വരുമാനം കുറവാണെങ്കിൽ അവർ അക്ഷയ കേന്ദ്ര വഴി അപേക്ഷിക്കണം. 3, എല്ലാ SC/ST കുടുംബങ്ങൾക്കും വരുമാനം നോക്കില്ല. 4, ആശാ വർക്കർ, കുടുംബശ്രീ അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളി, ഏകദേശം കേരളത്തിലെ 3/4 ആളുകൾക്കും ഈ കാർഡ് കിട്ടും. ഇനി എത്ര രൂപയുടെ ചികിത്സ കിട്ടുമെന്ന് നോക്കാം. ഒരു കുടുംബത്തിന് ഒരു വർഷം 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ ഭർത്താവ്, ഭാര്യ, ചെറിയ മക്കൾ, പ്രായമായ അച്ഛൻ, അമ്മ. ഈ 5 ലക്ഷം രൂപ കുടുംബത്തിലെ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഉദാഹരണത്തിന് അച്ഛനൊരു സർജറി വേണ്ടി വന്നാൽ ആ പൈസ ഉപയോഗിക്കാം. അടുത്ത മാസം അമ്മയ്ക്ക് വേണമെങ്കിലും ബാക്കിയുള്ള തുക ഉപയോഗിക്കാം. അടുത്ത വർഷം വീണ്ടും 5 ലക്ഷം പുതുക്കി കിട്ടും. ഇനി എവിടെയൊക്കെ ചികിത്സ കിട്ടുമെന്ന് നോക്കാം. എല്ലാ സർക്കാർ ആശുപത്രികളിലും, മെഡിക്കൽ കോളേജുകളിലും, താലൂക്ക് ആശുപത്രികളിലും ഈ കാർഡ് ഉപയോഗിച്ച് സൗജന്യ ചികിത്സ ലഭിക്കും. അതുപോലെ സർക്കാർ തിരഞ്ഞെടുത്ത ഒരുപാട് സ്വകാര്യ ആശുപത്രികളും ലഭിക്കുന്നുണ്ട്. അപ്പോളോ, ആസ്റ്റർ, കിംസ്, അമൃത പോലുള്ള വലിയ ആശുപത്രികൾ ഉൾപ്പെടെ 1000-ലധികം ആശുപത്രികൾ ഈ കാർഡ് സ്വീകരിക്കും. LDF കാലത്ത് പൈസ കിട്ടാത്തത് കൊണ്ട് പല ആശുപത്രികളും പിന്മാറിയിരുന്നു. UDF സർക്കാർ 45 ദിവസത്തിനുള്ളിൽ ആശുപത്രികൾക്ക് പൈസ കൊടുക്കുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആ പ്രശ്നം ഉണ്ടാകില്ല. ഇനി എന്തൊക്കെ രോഗങ്ങൾക്കാണ് ഇൻഷുറൻസ് ലഭിക്കുക എന്ന് നോക്കാം. ഏതാണ്ട് എല്ലാ വലിയ അസുഖങ്ങൾക്കും ഈ കാർഡ് ഉപയോഗിക്കാം. ഹൃദ്രോഗം, ക്യാൻസർ, വൃക്കാരോഗം, തലച്ചോറിലെയും നട്ടലിലെയും സർജറികൾ, അപകട ചികിത്സ, പൊള്ളൽ, പ്രസവം, കണ്ണ്, ENT, അസ്ഥിരോഗം, ചുരുക്കി പറഞ്ഞാൽ കിടത്തി ചികിത്സ വേണ്ട എല്ലാ പ്രധാന അസുഖങ്ങൾക്കും കിട്ടും. സൗന്ദര്യ ചികിത്സ, പല്ലുകെട്ടൽ പോലുള്ളവയ്ക്കും OPDയിൽ പോയി മരുന്ന് വാങ്ങുന്നതിന് ലഭിക്കുന്നതല്ല. ഇനി ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കണം, എപ്പോൾ കിട്ടുമെന്ന് നോക്കാം. മഞ്ഞ, പിങ്ക് കാർഡുകാർ ഒന്നും ചെയ്യേണ്ട. മഞ്ഞ, പിങ്ക് കാർഡുകാർ ഒന്നും ചെയ്യേണ്ടതില്ല. 2026 നവംബർ മാസം മുതൽ റേഷൻ കടകൾ വഴി കാർഡ് വീട്ടിൽ വരും. നീല വെള്ള കാർഡുകാർ 2026 സെപ്റ്റംബർ മാസം മുതൽ അക്ഷയ കേന്ദ്രത്തിൽ പോയി അപേക്ഷിക്കണം. ആധാർ കാർഡ്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, ഓരോ ഫോട്ടോയും ഇത് മതി. 30 രൂപ ഫീസ് ഉണ്ട്. 15 ദിവസത്തിനുള്ളിൽ കാർഡ് വീട്ടിൽ വരും. ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാകും, അതിൽ നിങ്ങളുടെ കാർഡ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി UDFന്റെ 4 പുതിയ ആരോഗ്യ പദ്ധതികൾ കാണാം. വയോജനങ്ങൾക്ക് പ്രത്യേക കാർഡാണ്. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും UDF സർക്കാർ ഒരു പ്രത്യേക ഡിജിറ്റൽ ഹെൽത്ത് കാർഡ് കൊടുക്കും. ഇതിൽ നിങ്ങളുടെ എല്ലാ അസുഖങ്ങളുടെയും കഴിക്കുന്ന മരുന്നിന്റെയും വിവരം ഉണ്ടാകും. ഏത് ആശുപത്രിയിൽ പോയാലും ഈ കാർഡ് കാണിച്ചാൽ ഡോക്ടർമാർക്ക് എല്ലാം മനസ്സിലാകും. കൂടാതെ വർഷത്തിൽ 2 തവണ ശരീരം മുഴുവൻ പരിശോധന സൗജന്യമായിട്ട് ചെയ്യാം. സർക്കാർ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്നുകൾക്ക് പകുതി വില മാത്രം മതി. 2026 ഡിസംബർ മുതൽ ആശാ വർക്കർ വീട്ടിൽ കൊണ്ടുവരും. 2ാമത്തെ പദ്ധതി കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയയാണ്. ഹൃദയവൈകല്യത്തോട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇനി പൈസ ഇല്ലാത്തത് കൊണ്ട് സർജറി മുടങ്ങില്ല. 18 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ജന്മനയുള്ള ഹൃദയരോഗങ്ങൾക്കും സർജറി പൂർണ്ണമായും സൗജന്യമാണ്. 5 ലക്ഷത്തിന്റെ പരിധിയിൽ വരാത്തതാണെങ്കിലും സർക്കാർ പ്രത്യേകം പൈസ കൊടുക്കും. അമൃത, ശ്രീചിത്ര പോലുള്ള ആശുപത്രികൾ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. 2026 ഓഗസ്റ്റ് 15 മുതൽ ഇതിന്റെ അപേക്ഷ ആരംഭിക്കും. ഇനി 3ാമത്തെ പദ്ധതിയാണ് ക്യാൻസർ രോഗികൾക്ക് 3000 രൂപ പെൻഷനാണ്. ക്യാൻസർ വന്ന് ചികിത്സ കഴിഞ്ഞാലും ജീവിതകാലം മുഴുവൻ മരുന്നും പരിശോധനയും വേണ്ടവരുണ്ട്.
അവർക്ക് വേണ്ടി UDF സർക്കാർ മാസം 3000 രൂപ പെൻഷൻ കൊടുക്കും. RCCയിലും മലബാർ ക്യാൻസർ സെന്റേഴ്സിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള രോഗികൾക്ക് ഇത് ലഭിക്കും. വരുമാനം നോക്കില്ല. 2026 ഒക്ടോബർ 2 മുതൽ ഇത് ആരംഭിക്കും. ഇനി അടുത്ത പദ്ധതി മാനസികാരോഗ്യത്തിന് 24 മണിക്കൂർ സഹായമാണ്. മനസ്സിന് വിഷമം തോന്നുമ്പോൾ, ഡിപ്രഷൻ തോന്നുമ്പോൾ, ആരോടും പറയാൻ പറ്റാതെ വരുമ്പോൾ വിളിക്കാൻ ഒരു നമ്പർ. ആ നമ്പറാണ് 144416. ഈ നമ്പറിൽ 24 മണിക്കൂറും മലയാളം സംസാരിക്കുന്ന ഡോക്ടർമാർ ഉണ്ടാകും. നിങ്ങൾക്ക് സൗജന്യമായി സംസാരിക്കാം. ആവശ്യമെങ്കിൽ വീഡിയോ കോൾ വഴി ഡോക്ടറെ കാണാം. മരുന്ന് വേണമെങ്കിൽ സൗജന്യമായിട്ട് ലഭിക്കും. നിങ്ങളുടെ വിവരങ്ങൾ ആരും അറിയില്ല. പൂർണ്ണമായും ഇത് രഹസ്യമായിരിക്കും. 2026 ജൂലൈ 1 മുതൽ ഇത് ആരംഭിക്കും. ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ട തീയതികൾ കാണാം. ഈ മാസം ആരോഗ്യമന്ത്രി പുതിയ പദ്ധതികളുടെ എല്ലാ വിവരങ്ങളും പത്രസമ്മേളനം നടത്തി അറിയിക്കും. ഏതൊക്കെ ആശുപത്രിയിൽ ചികിത്സ ലഭിക്കുമെന്നതിന്റെ പുതിയ ലിസ്റ്റ് വരും. നമ്മൾ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. വാർത്തകൾ ശ്രദ്ധിച്ചാൽ മതി. 2026 സെപ്റ്റംബർ മാസം നീലവെള്ള കാർഡുകൾ ഓർക്കേണ്ട മാസമാണ്. സെപ്റ്റംബർ 1 മുതൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രം വഴി ജീവൻ രക്ഷാ കാർഡിന് അപേക്ഷിക്കാം. വരുമാന സർട്ടിഫിക്കറ്റ് നേരത്തെ എടുത്തു വെക്കുന്നത് നല്ലതാണ്. ആധാർ, റേഷൻ കാർഡ്, ഫോട്ടോ 30 രൂപ ഇത്രേ വേണ്ടുള്ളൂ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അടുത്തത് 2026 നവംബർ മാസമാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാസം. നവംബർ 1 കേരള പിറവി ദിനം. 1-ാം തീയതി മുതൽ പുതിയ ജീവൻ രക്ഷാ കാർഡ് വിതരണം തുടങ്ങും. മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് റേഷൻ കട വഴി കിട്ടും. ഈ ദിവസം മുതൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ചികിത്സ സൗജന്യമായി എടുത്തു തുടങ്ങാം. പഴയ കാരുണ്യ കാർഡ് 2 ലക്ഷം ആയിരുന്നത് ഇനി 5 ലക്ഷമാകും. അടുത്തത് 2026 ഡിസംബർ മാസമാണ്. ഡിസംബർ 1 മുതൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഡിജിറ്റൽ ഹെൽത്ത് കാർഡ് വീട്ടിൽ വരും. ആശാ വർക്കർ കൊണ്ടുവന്ന് തരും. ഈ മാസം മുതൽ നിങ്ങൾക്ക് വർഷത്തിൽ 2 തവണ സൗജന്യ പരിശോധനയും മരുന്നുകൾക്ക് പകുതി വിലയും കിട്ടിത്തുടങ്ങും. അടുത്തൊരു ഡൗട്ട് ഉണ്ടാവും, ഒരു വർഷം 5 ലക്ഷം രൂപ തീർന്നാൽ പിന്നെ എന്ത് ചെയ്യുമെന്നുള്ളത്. ഒരു വർഷം 5 ലക്ഷം തീർന്നാൽ ആ വർഷത്തേക്ക് ഇനി കിട്ടില്ല. അടുത്ത ഏപ്രിൽ മാസം വരുമ്പോൾ വീണ്ടും 5 ലക്ഷം രൂപ പുതുക്കി കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ക്യാൻസർ, കിഡ്നി രോഗം പോലുള്ള വലിയ അസുഖമാണെങ്കിൽ 5 ലക്ഷം തികയാതെ വന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രത്യേകം അപേക്ഷ കൊടുക്കാം. അവിടെ നിന്ന് കുറച്ചുകൂടി സഹായം ലഭിക്കുന്നതാണ്. ഇനി കാർഡ് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? പേടിക്കേണ്ട, നിങ്ങളുടെ ഫോണിൽ ജീവൻ രക്ഷാ കാർഡ് എന്ന ആപ്പ് ഉണ്ടാകും. അതിൽ നിങ്ങളുടെ ആധാർ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ കാർഡ് കാണാം. ആ ഡിജിറ്റൽ കാർഡ് കാണിച്ചാൽ മതി ആശുപത്രിയിൽ ചികിത്സ ലഭിക്കും. അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ പോയി 30 രൂപ കൊടുത്താൽ 2 ദിവസത്തിനുള്ളിൽ പുതിയ കാർഡ് ലഭിക്കും. അപ്പോൾ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. ഒന്ന്, LDFന്റെ ഒരു ആരോഗ്യ പദ്ധതിയും UDF നിർത്തത്തില്ല. 2 ലക്ഷം